ഹായ്, ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന LD ക്ലർക്ക്, ഇന്നെന്ന് പറഞ്ഞാൽ 14/12/2024 നടന്ന LD ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് വേരിയസ് 598/2023 കാറ്റഗറി നമ്പറിൽ നടന്ന ചോദ്യപേപ്പറിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നാം നോക്കുന്നത്. നമുക്കാദ്യമായിട്ട് ഇംഗ്ലീഷ് നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ഫ്രം ദ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിക്കുമുള്ള വെർബ്, ശരിയായ വേർബ് ഏതാണെന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, വാച്ച് എന്നാണ്. കാരണം ഹി എന്നുള്ളത് സിംഗുലറാണ്, വാച്ച് എന്ന് എസ്ഒ ചേർന്ന് വരുന്നതായിരിക്കും. എവരിഡേ എന്നുള്ളത് കൊണ്ട് സിമ്പിൾ പ്രസൻ്റ് ആണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ, എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് മൂവിങ് ഇൻ എ മാസ് ഈസ് കാൾഡ്. ഇൻസെക്റ്റിൻ്റെ വലിയൊരു കൂട്ടം, ചലിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിന് നമ്മൾ സാധാരണ എന്താ പറയാറുള്ളത് ഇംഗ്ലീഷിൽ? സ്വാം എന്ന ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 83ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ആർട്ടിക്കിൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ ആർട്ടിക്കിൾ അല്ലേ, ഇവിടെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഹൗ എന്നുള്ളത് എന്താണ്? അവർ എന്നുള്ളത് എച്ച് വവൽസ് ശബ്ദമായിട്ടാണ് വരുന്നത്. ആൻ എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. എച്ച് ആണെങ്കിലും വവൽ സൗണ്ട് ആയതുകൊണ്ട്. 84ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സിനോണിം ഓഫ് ദ വേർഡ് ഡിസ്മൽ. ഡിസ്മൽ എന്ന വേർഡിൻ്റെ സിനോണിം, പര്യായ പദമായി വരുന്ന ഏതാണ്? ഗ്ലൂമി എന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരിക. 85ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രൊജക്ട് ടുമോറോ? ദ മാനേജർ ആസ്ക്ഡ് us ചൂസ് ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദിസ് സെൻറ്റൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗീവൻ ബിലോ. താഴെ കൊടുത്ത ഓപ്ഷനുകളിൽ നിന്ന് റിപ്പോർട്ട് സ്പീച്ച് കണ്ടെത്താനുള്ളത് എന്താണ്? ഏതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് കണ്ടെത്തേണ്ടത്? ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രൊജക്ട് ടുമോറോ? ദ മാനേജർ ആസ്ക്ഡ് us. ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ ആണ്. ദ മാനേജർ ആസ്ക്ഡ് us വെദർ വി കുഡ് സ്റ്റാർട്ട് ദ പ്രൊജക്ട് ദ നെക്സ്റ്റ് ഡേ അല്ലേ. ടുമോറോ എന്നുള്ള നെക്സ്റ്റ് ഡേ ആകും, അപ്പോൾ തന്നെ ഈ ടുമോറോയിൽ കട്ട് ചെയ്യാം. പിന്നെ മാനേജർ ആസ്ക്ഡ് us ആണ്, അപ്പോൾ എന്താണ് വി ആണ് വരേണ്ടത്. ഇവിടെ വന്നിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ ദേ ആണ്, തെറ്റി. പിന്നെ ദ മാനേജർ ആസ്ക്ഡ് നെക്സ്റ്റ് ഡേ, ഇവിടെ വന്നിട്ടുള്ളത് ക്യാനാണ്, കുഡാണ് വരേണ്ടത്. ക്യാന് കുഡായിട്ട് മാറുന്നതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ശരി. 86ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഉചിതമായ ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ വി ഹാവ് ഡാഷ് ഓഫ് മിൽക്ക് തീർന്നു, അത് കഴിഞ്ഞു, സ്റ്റോക്ക് കഴിഞ്ഞു പോയി എന്നുള്ള, സപ്ലൈ കഴിഞ്ഞു പോയി എന്നർത്ഥത്തിന് റൺ ഔട്ട് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ 87ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. താഴെ കൊടുത്ത സെൻറ്റൻസിൽ നിന്ന് എന്ത് ചെയ്യുക? ഉചിതമായ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്താനുള്ളതാണ്. ഹി സെൽഡം അവേ ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻസ് എന്നുള്ളിടത്ത് ഇവിടെ സെൽഡം എന്നുള്ള പദം ഓൾറെഡി നെഗറ്റീവ് ആയതുകൊണ്ട് സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം, അതുകൊണ്ട് നെഗറ്റീവാണ് ഇത് രണ്ടും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബിയും ഡിയും അങ്ങനെ തന്നെ പോയി. പിന്നെ ഇവിടെ ഓക്സിലറി വെർബ് വരുന്നത് ഡസ് ആണ്. ആൻസേഴ്സ് എന്ന സിമ്പിൾ പ്രസൻറ്റ് ഡസ് വരും. ഹി സബ്ജക്റ്റ് ഹി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് among the following is an antonym of the word appropriate? അപ്രോപ്രിയേറ്റ്, ഉചിതമായ, സ്യൂട്ടബിൾ എന്നൊക്കെ അർത്ഥം വരുന്ന പദത്തിൻ്റെ ആൻറ്റോണിം ഏതാണെന്നുള്ളതാണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് എന്ന ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. 89ാമത്തെ ക്വസ്റ്റ്യൻ, വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. നടത്തം എന്നുള്ളത് ഒരു നല്ല എക്സസൈസ് ആണ്. ഇൻ ദി സെൻറ്റൻസ് വാക്കിംഗ് ഈസ് യൂസ്ഡ് ആസ്. ഈ സെൻറ്റൻസിൽ വാക്കിംഗ് എന്ന് ഉപയോഗിച്ച് എന്തായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്? വാക്കിംഗ് എന്നുള്ളത് നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വാക്യം വന്നിട്ടുള്ളത്, നൗണാണത് കേട്ടോ. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ളതാണ്. ഇവിടെ ഈഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇഫ് വി ഹാഡ് റിഹേഴ്സ്ഡ് വെൽ, ഞങ്ങൾ നന്നായി തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, റിഹേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അല്ലേ. ഹാഡ് പ്ലസ് V3 എന്നാൽ വുഡ് പ്ലസ് V3 വരും, വുഡ് ഹാവ് പ്ലസ് V3 വരും അല്ലേ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ, ഓപ്ഷൻ ഡി. ഇനി 91ാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഡസ് ക്ലവർ ട്രിക്സ് വിച്ച് അപ്പിയർ മാജിക്കൽ ഈസ് കാൾഡ്. ഇതിന് ഉചിതമായി വരുന്നത് ഏതാണ്? മജീഷ്യൻ എന്നൊക്കെ അർത്ഥം വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. കഞ്ചറർ എന്ന വേർഡ് കേട്ടോ. 92ാമത്തെ ക്വസ്റ്റ്യൻ,
വിച്ച് among the following is an irregular verb? താഴെ കൊടുത്തിരിക്കുന്ന ഇറഗുലർ വെർബ് ഏതാണ്? ഇപ്പോൾ ജമ്പ് എന്നൊക്കെ ഇ ഡി ഉപയോഗിച്ചിട്ടാണ് ഇറഗുലർ ആണ് ഉപയോഗിക്കുക. വാക്കിട് വരും, മോവോട് വരും. പക്ഷേ ഇവിടെ ഉത്തരമായ റാൻ എന്ന കർത്തത്തിന് ആ രൂപത്തിൽ ഇറഗുലറായ രൂപത്തിലാണ് V1 V2 V3 വരിക. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. 93ാമത്തെ ക്വസ്റ്റ്യൻ, fill in the blank using the right preposition. ശരിയായ പ്രപ്പോസിഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ എ ആണ്. ബിസൈഡ് എന്നാണ്. ദർ ഈസ് എ റിവർ ബിസൈഡ് മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ അരികെ ഒരു നദിയുണ്ട് എന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 94ാമത്തെ ക്വസ്റ്റ്യൻ, ദ പാർട്ടി വാസ് അറ്റൻഡ് ബൈ ആൻ ഓഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇൻ ദിസ് സെൻറ്റൻസ്, ഈ സെൻറ്റൻസിൽ ഓഗസ്റ്റ് ആസ് ആൻ അഡ്ജക്റ്റീവ് മീൻ, ഈ ഇതിൽ ഓഗസ്റ്റിൻ്റെ അഡ്ജക്റ്റീവ് മീനിങ് ആണുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഇംപ്രസീവ് അല്ലേ. ഇനി 95ാമത്തെ ക്വസ്റ്റ്യൻ, നോ സൂണർ ഹാഡ് ഷീ ലെഫ്റ്റ് ദ ഹൗസ്. ഇനി നോ സൂണർ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ പിന്നെ ഇതിന് എന്ത് കംപ്ലീറ്റ് ചെയ്യണം? ദാൻ ഉപയോഗിച്ചോടെ ശേഷം ഒരു ദാൻ വരും. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. 96ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ശരിയായി സ്പെല്ല് ചെയ്ത വേർഡ് ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ്, ബിസിനസ് എന്നുള്ളതാണ്. 97ാമത്തെ ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് സെൻറ്റൻസിനെ. ദേ ആർ ഫോളോവിങ് അസ് എന്നുള്ളിടത്ത് അസ് എന്നുള്ള വി ആവും അല്ലേ. ING ആയതുകൊണ്ട് ആർ ബീയിങ്, ഈസ് ബീയിങ് ആർ ബീയിങ് വരും. വീൻ്റെ കൂടെ ആർ ഉപയോഗിക്കും. അപ്പോൾ വി ആർ ബീയിങ് എന്ന് തുടങ്ങുന്ന സെൻറ്റൻസ് സി മാത്രം ഉത്തരമായിട്ട് വരുള്ളൂ കേട്ടോ. വേറെ ആയിട്ട് മാറില്ല. കാരണം പാസീവ് വോയിസിൽ ടെൻസ് മാറില്ല കേട്ടോ. ശരി. 98ാമത്തെ ക്വസ്റ്റ്യൻ, വി ഹാവ് ഹെർക്കുലിയൻ ടാസ്ക് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഇൻ ദി സെൻറ്റൻസ് ഹെർക്കുലിയൻ ടാസ്ക് സ്റ്റാൻഡ് ഫോർ. ഹെർക്കുലിയൻ ടാസ്ക് പറഞ്ഞാൽ ഉത്തരമായിരുന്ന ഓപ്ഷൻ ഡി ആണ്, എ ടഫ് ടാസ്ക് എന്നുള്ളതാണ്. കഠിന പ്രയത്നമൊക്കെ നടത്താൻ വരുന്നത്. ഇനി 99ാമത്തെ ക്വസ്റ്റ്യൻ, നോ അതർ ഗേൾ ഇൻ ദിസ് ക്ലാസ് ഈസ് ആസ് സ്റ്റഡിയസ് ആസ് നീത. വിച്ച് സെൻറ്റൻസ് among the following conveys the same meaning. അതേ അർത്ഥം വരുന്ന ഏത് സെൻറ്റൻസ് ആണെന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. നീത ഈസ് ദ മോസ്റ്റ് സ്റ്റഡിയസ് ഗേൾ ഇൻ ദിസ് ക്ലാസ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 100ാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് 4 PM. ഹിയർ PM ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ്. ഇവിടെ PM എന്നുള്ളത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? പോസ്റ്റ് മാരിഡ് എന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ഇതുപോലത്തെ വീഡിയോ കേൾക്കാൻ വേണ്ടി ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.